ഈ ഇടയായിട്ട് ഇടയ്ക്കൊക്കെ അസ്റ്റേല് വരുമ്പോഴുള്ള എന്റെ മെയിൻ ജോബാണിത്. ഒരു ലോങ് ഡേ ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് നാളെ ഓഫ് ആണല്ലോ, എങ്കിൽ പിന്നെ ഡിന്നർ ഔട്ട് ആക്കിയാലോ എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് വണ്ടി അസ്റ്റേലേക്ക് തിരിഞ്ഞു. ഞാൻ മെയിൻ ആയിട്ട് അസ്റ്റേ വരാൻ കാരണം യൂണിഫോമിന്റെ കൂടെ ഇടുന്ന ഈ ഒരു ടൈറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് ടൈറ്റ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ടൈറ്റ്സ് കിട്ടുന്നത് അസ്റ്റേന്നാണ് കേട്ടോ. എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ, കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിയേക്കാന്ന് കരുതി അല്ലറ ചില്ലറ സാധനങ്ങളും എടുത്തു. ഈ ഒരു സാധനം ഈ ഇടയായിട്ട് എന്റെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ. കിങ് പ്രോൺസ് മാരിനേറ്റ് ചെയ്തതാണ്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഒരു 20 മിനിറ്റ് എയർ ഫ്രൈ ചെയ്താൽ സാധനം റെഡി. അസ്റ്റേൽ എപ്പോ വന്നാലും ഈ ഇന്ത്യൻ സെക്ഷനിലൂടെ കണ്ണൊന്ന് ഓടിച്ചു പോയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരും. ആദ്യമായിട്ട് UK വന്ന സമയത്ത് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു പൗണ്ടിന് താഴെയുള്ള ഐറ്റംസിലേക്ക് ആയിരിക്കും എന്റെ കണ്ണ് എപ്പോഴും പോവാ. കുറച്ച് ദിവസമായിട്ട് ചീസ് കേക്ക് കഴിക്കണം എന്നൊരാഗ്രഹം, അങ്ങനെ അതും എടുത്തു. നാട്ടിലൊക്കെ കന്യാസിൽ കിട്ടുന്നത് മണ്ണെണ്ണയാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് പാലാണ്. കുറെ നാളായിട്ട് റെഡ് സ്ട്രോബെറി ആണ് നമ്മൾ വാങ്ങുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് വൈറ്റ് സ്ട്രോബെറി ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അലക്കൊലത്തെ സാധനങ്ങളെല്ലാം വാങ്ങി ബില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും 60 പൗണ്ട് ഹുദാ ഹവ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഡൊമിനോസിലും കൂടെ ഒന്ന് കയറി. ഇപ്പൊ ഇവര് മേക്ക് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ പിസയാണ് കേട്ടോ. ഒരു ലാർജ് വെജ് സുപ്രീം ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. അതിൽ കുറച്ച് തന്തൂരി ചിക്കനും പിന്നെ എക്സ്ട്രാ ചീസും ആഡ് ചെയ്തിട്ടുണ്ട്. പണ്ട് നാട്ടിൽ വെച്ച് ഡൊമിനോസിലും KFCയിലും മാക്ഡൊണാൾഡ്സിലൊക്കെ പോകുമ്പോൾ ഭയങ്കര റിച്ച് ഫീൽ ആയിരുന്നു. പക്ഷെ UK മറ്റ് റെസ്റ്റോറന്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പായിട്ട് ഫുഡ് കിട്ടണമെങ്കിൽ ഇവരെയൊക്കെ തന്നെ ആശ്രയിക്കണം. അങ്ങനെ പിസയും വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.